ഹലോ ഗൈസ്, ദിസ് ഇസ് മീ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് ഹെയർ കെയർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ളത് ഹെയർ കെയർ വീഡിയോ ചെയ്യാനാണ്. ഗൈസ്, ഞാനൊരു ബ്യൂട്ടീഷ്യനോ ഒരു കോസ്മെറ്റോളജിസ്റ്റോ ഒന്നുമല്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഹെയർ ഞാൻ എങ്ങനെയാണ് കെയർ ചെയ്യുന്നതിനുള്ള വീഡിയോ ആണ് പറയുന്നത്. ഫസ്റ്റ് ടിപ്സാണ് ന്യൂട്രീഷ്യസ് ഫുഡ്. അതായത് നമ്മൾ ന്യൂട്രീഷ്യസ് അടങ്ങിയിട്ടുള്ള ഫുഡാണ് കഴിക്കേണ്ടത്. വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്ന ഫുഡ്, അയൺ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ് ആണ് കഴിക്കേണ്ടത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഫുഡിൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം നമുക്ക് വൈറ്റമിൻ്റെ കുറവ് കൊണ്ട് മുടി കൊഴിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വൈറ്റമിൻ അടങ്ങിയിരിക്കുന്ന ഫുഡ് വേണം കഴിക്കേണ്ടത്. സെക്കൻഡ് ടിപ്സ് എന്ന് പറഞ്ഞാൽ യൂസ് എസെൻഷ്യൽ ഓയിൽ. എസെൻഷ്യൽ ഓയിൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇന്ന് യൂസ് ചെയ്യുന്ന ഓയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. ഇടയ്ക്ക് വെച്ച് മാറണമെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാകും. തേർഡ് സ്റ്റെപ്പാണ് അവോയ്ഡ് സൾഫേറ്റ് ഷാമ്പു. അപ്പോൾ സൾഫേറ്റ് ഷാമ്പു ഒക്കെ അവോയ്ഡ് ചെയ്യണം. അതായത് നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു, ഞാൻ യൂസ് ചെയ്യുന്ന ഈ ധാത്രിയുടെ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മസാജ് യുവർ ഹെയർ. നമുക്ക് എല്ലാവർക്കും മടിയുള്ള കാര്യമാണ് ഹെയർ മസാജിങ്. ഹെയർ പ്രോപ്പറായിട്ട് കോംബ് ചെയ്യില്ല, എങ്ങനെയെങ്കിലും നമ്മൾ കോംബ് ചെയ്തിട്ട് പോകുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ആണെങ്കിൽ പോലും ഹെയർ നന്നായിട്ട് മസാജ് ചെയ്യണം. അത് ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് നമുക്ക് ഹെയർ ഹാൻഡ് വെച്ചിട്ട് മസാജ് ചെയ്താലും മതി. നമ്മൾ എന്നും പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ അതും ഒരു നല്ലൊരു ടിപ്സാണ്. ഇനി അടുത്ത ലാസ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് അവോയ്ഡ് ഹീറ്റ് ഡാമേജസ്. വളർന്നു വരുന്ന ബേബി ഹെയർസ് പോലും നശിക്കാനുള്ള ഒരിതാണ്. മാരേജ് സമയത്ത് ബ്രൈഡൽ മേക്കപ്പ് ചെയ്തപ്പോഴൊക്കെ ഇതുപോലെ ഹെയർ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി ഹീറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രം നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹീറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് കുറച്ച് നാളായിട്ട് മുടി നല്ല കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ മുടി കൊഴിയുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണെന്ന്. അത് അന്ന് ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ്, അങ്ങനെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ് എൻ്റെ മുടി നന്നായിട്ട് കൊഴിയാൻ തുടങ്ങിയത്. ആ ഒരു കുറച്ച് നാൾ ഭയങ്കര മുടി കൊഴിച്ചിലായിരുന്നു. അതുകൊണ്ട് കഴിവതും ഹീറ്റൊക്കെ കുറച്ച മുടി പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടിപ്സ്. ഹെയർ ഓയിലിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഹെയർ എങ്ങനെ മസാജ് ചെയ്യണം, ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരത് പോയി കാണണം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അത് കുറച്ച് ദിവസം കൊണ്ട് ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോസും വ്ളോഗും ഒന്നും എടുത്തില്ല. എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.